നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. അവസാന നാളുകളിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ബന്ധനങ്ങളിൽ നിന്നും, ഇരുട്ടിൻ്റെ ശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന യേശു കർത്താവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന അവകാശങ്ങളിൽ പെടുന്നതായ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ പൂർണ്ണ അളവിൽ അനുഭവിക്കുവാനും ദൈവിക നന്മകളും വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി നാം കെട്ടപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും തിരിച്ചറിവോടുകൂടി, അഭിഷേകത്തോടുകൂടി, അധികാരത്തോടുകൂടി ആ കെട്ടുകളെ അഴിച്ച് അതിനകത്തുനിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളും രഹസ്യങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് തുടർമാനമായി നമ്മോട് സംസാരിക്കുകയും നമ്മുടെ നടുവിൽ അത് വെളിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദൈവിക ആലോചനയാണ്, ദൈവിക രഹസ്യമാണ്. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായൊരു ഭവനം ഉണ്ടാകുക, സ്വന്തമായൊരു വീടുണ്ടാകുക, ഒരു വസ്തു മേടിക്കുക എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു അധ്വാനത്തിൻ്റെ നല്ലൊരു ശതമാനം സമ്പത്ത് നാം ചെലവഴിക്കുന്നത് സ്വന്തമായൊരു വീട് പണിയുന്നതിന് വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി തന്നെയാണ്. എന്നാൽ നമ്മൾ ഇത്രയധികം അധ്വാനിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടം മേടിച്ച് സ്വർണം പണയം വെച്ച് ഒക്കെ വളരെ കഷ്ടപ്പെട്ട് മേടിക്കുന്ന ഈ വസ്തുവിലും ഈ വീടിലും ഒക്കെ വളരെ ശുഭപ്രതീക്ഷകളോടുകൂടിയാണ് നാം പാർക്കുന്നതിന് വേണ്ടി പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഗൃഹപ്രവേശം ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വളരെ വിപരീതമായി നാം വില കൊടുത്തു വാങ്ങുന്ന ഈ വസ്തു ശപിക്കപ്പെട്ടതാണെങ്കിലോ, നാം പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീട് നമുക്ക് നന്മയല്ല തിന്മയാണ് കൊണ്ടുവരുന്നതെങ്കിലോ, എത്ര ഭയാനകമാണ് അല്ലെങ്കിൽ എത്ര വിരുദ്ധമാണ് ഈ യാഥാർത്ഥ്യം, ഈ സത്യമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ 10-17 വർഷങ്ങളായുള്ള എൻ്റെ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്നും വ്യക്തിപരമായി ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചതുമായ ചില ദൈവീക രഹസ്യങ്ങൾ എല്ലാം പങ്കുവയ്ക്കാൻ കഴിയില്ല എങ്കിലും ഒരു പൊതുമാധ്യമത്തിൽ പറയാൻ കഴിയുന്നതൊക്കെ നിങ്ങളുടെ ആത്മീയ വർധനവിന് വേണ്ടിയും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയണമെന്നാണ് ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമി എന്ന് പറയുന്നത് ഒന്നാമത്തെ മനുഷ്യനായ ആദാമിൻ്റെ പാപത്താൽ തന്നെ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നും മലിനമാക്കപ്പെട്ടിരിക്കുന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഒന്നാമത്തെ ആദാമിൻ്റെ ഈ ശാപങ്ങളെയും ഈ തകർച്ചകളെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരികയും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവനോട് അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിന് വേണ്ടി ജലത്തിൽ സ്നാനമേൽക്കുകയും അവൻ്റെ ശരീരമായ സഭയോട് ചേർന്ന് നിൽക്കുകയും അവൻ്റെ അഭിഷിക്തന്മാരുടെ ശുശ്രൂഷകൾ കീഴിൽ നിന്ന് പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യവും അനുഗ്രഹവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മറക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിലെ നല്ലൊരു ശതമാനം സ്ഥലങ്ങളുടെയും സ്വാധീനം അല്ലെങ്കിൽ നല്ലൊരു ശതമാനം കാര്യങ്ങളുടെയും പുറകിൽ പ്രവർത്തിക്കുന്ന ഇരുട്ടുകളെയും ദുരാത്മാക്കളെയും ഭൂതങ്ങളെയും കൂടി നാം അറിയാതെ പോകരുത്. അത്തരത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയിലേക്കാണ് ഇന്ന് നമ്മുടെ തിരുവെഴുത്തുകൾ നമ്മെ ക്ഷണിക്കുകയും നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ പാർക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വസ്തുവിൻ്റെ മേൽ ഇത്തരത്തിലുള്ള ദുരാത്മ സ്വാധീനങ്ങളുണ്ടോ? ഇത്തരത്തിലുള്ള ഇരുട്ടിൻ്റെ ശക്തികൾ ആവസിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ശാപങ്ങൾ അതിനകത്ത് ഫലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിപ്പോൾ സജീവമായി തുടരുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ഈ ക്ലാസ് മുഴുവനുമായി കേൾക്കാൻ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ നിങ്ങളെ അതിനുവേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ഭൂമിയിലിരിക്കുന്ന മനുഷ്യർ അവരുടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി പ്രകൃത്യാതീത ശക്തികളായിരിക്കുന്ന ദുരാത്മാക്കളെയും ഭൂതങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുന്നതിൻ്റെ പേരാണ് ആഭിചാരം, മന്ത്രവാദം എന്ന് ഞാൻ 1-2 എപ്പിസോഡുകൾക്ക് മുമ്പേ ഇട്ടിരുന്ന ആ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ദയവായി അതുകൂടി കാണുക. അപ്പോൾ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അദൃശ്യലോകത്തെ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ആകാശത്തിലെ ശക്തികളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ അവയുമായി ഉടമ്പടി ഉണ്ടാക്കി മന്ത്രവാദ കർമ്മങ്ങളിലൂടെ, ആഭിചാര കർമ്മങ്ങളിലൂടെ അവയുമായി ഉടമ്പടി ഉണ്ടാക്കി
സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കുന്ന ഈ മനുഷ്യർ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ മറ്റൊരു പരിണിത ഫലമാണ് വസ്തുവിൻ്റെ മേലും പുരയിടങ്ങളുടെ മേലും ഭവനങ്ങളുടെ മേലും ഉണ്ടാകുന്ന സാത്താൻ്റെ തുറന്ന സ്വാധീനം. ഞാൻ അതിലേക്ക് കൂടുതൽ വിശദമായി തന്നെ നിങ്ങളെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു ചെറിയ ഡെഫിനേഷൻ കൊടുക്കാം. അദൃശ്യ ശക്തികളായ ആകാശത്തിലെ ശക്തികളെ ഭൂമിയിലിരിക്കുന്ന മനുഷ്യർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ച് ആകർഷിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവരികയും പ്രത്യേക വസ്തുവിലേക്ക് കൊണ്ടുവരികയും അവിടെ അവരെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ആരാധനകളിലൂടെ, കർമ്മങ്ങളിലൂടെ, പൂജകളിലൂടെ ഈ അദൃശ്യ ലോകത്തിലെ പൈശാചിക ശക്തിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവയെ അവിടെ വെച്ച് പ്രീതിപ്പെടുത്തുകയും അവർക്കെതിരെ അവർക്ക് വേണ്ടുന്ന ഈ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ അദൃശ്യ ലോകത്തിലെ ശക്തികൾ തങ്ങളെ വിളിച്ച് പൂജാദ്രവ്യങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് തങ്ങളെ ആകർഷിച്ചു കൊണ്ടുവരുന്ന ഈ സ്ഥലവുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. അതായത് ഈ മനുഷ്യൻ മരിച്ചു പോയാലും അല്ലെങ്കിൽ ഈ വിളിച്ചു വരുത്തുന്ന വ്യക്തി മരിച്ചു പോയാലും ആ സ്ഥലത്തിലേക്കുള്ള എല്ലാ ഉടമ്പടികളും ഈ ഇരുട്ടിൻ്റെ ശക്തികളുടെ കയ്യിൽ ഭദ്രമാണ്. ആ ഉടമ്പടി പ്രകാരം കാലാകാലങ്ങളായി തലമുറകൾ പലതു പോയാലും ആ വസ്തുവിൻ്റെ മേൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ മേൽ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മേൽ അവർക്ക് നിയമപരമായ ഒരു അവകാശമുള്ളത് കൊണ്ട് അവർ യഥേഷ്ടം വന്ന് അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഞാനത് വിശദീകരിക്കാം. ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് 50 സെന്റ് വസ്തു ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, 50 സെന്റ് വസ്തു ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ തൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ താല്പര്യം നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ 50 സെന്റ് വസ്തുവിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പൂജ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മന്ത്രവാദ കർമ്മം ചെയ്യുകയാണ്, ഒരു ആഭിചാരം ചെയ്യുകയാണ്. അപ്പോൾ ആകാശത്തിലെ അധികാരത്തിൻ്റെ ശക്തികൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ 50 സെന്റ് വസ്തുവിനകത്തേക്ക് വന്ന് ഈ മനുഷ്യനുമായി ഉടമ്പടി ഉണ്ടാക്കി ആ അദൃശ്യ ശക്തികളുടെ സ്വാധീനത്താൽ ഈ മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ അത് നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ മനുഷ്യൻ പ്രായമായി 80 വയസ്സായി, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈതൃകമായി കിട്ടുന്ന ഭൂസ്വത്ത് അവരുടെ മക്കളുടെ പേരിലായി. പക്ഷേ ഈ മനുഷ്യൻ വിളിച്ചു വരുത്തിയ അദൃശ്യ ശക്തികൾ ഈ 50 സെന്റ് വസ്തുവിനകത്ത് ശക്തമായ സ്വാധീനം നടത്തുകയും അവിടെ തന്നെ കുടികൊള്ളുകയും ചെയ്യുകയാണ്. അടുത്ത തലമുറ വന്നു, ഇദ്ദേഹത്തിൻ്റെ മക്കൾ വന്നു. മക്കൾ ആ വസ്തുവിനെ രണ്ടായി വിഭാഗിച്ചു, 25 സെന്റുള്ള 2 ഭാഗങ്ങളായി തിരിച്ചു. അവർ രണ്ടുപേരും അവിടെ താമസിക്കുമ്പോൾ 50 സെന്റ് വസ്തുവിൻ്റെ മേലുണ്ടായിരുന്ന അതേ സ്വാധീനം തന്നെ ഇപ്പോൾ 2 പ്രോപ്പർട്ടികളിലായി തിരിക്കപ്പെട്ടിരിക്കുന്ന 2 വസ്തുക്കളിലായി ഈ ദുരാത്മാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തലമുറയും ജീവിച്ചു മരിച്ചു. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ തലമുറ വന്നു. 3ാമത്തെ തലമുറ വന്നപ്പോൾ അവർ നാട്ടിലൊന്നുമില്ല. അവർ അതിനെ പിന്നെയും 2ആയി വിഭാഗിച്ചു. അപ്പോൾ 50 സെന്റ് വസ്തുവിനെ ഇപ്പോൾ 4 ഭാഗങ്ങളായി വിഭാഗിച്ചിരിക്കുകയാണ്. ഈ 4 ഭാഗങ്ങളിലും കോമൺ ആയ ഒരു ദുരാത്മ സ്വാധീനമുണ്ട്, ഒരു ഇരുട്ടിൻ്റെ ശക്തിയുണ്ട്. അതിലേതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി മറ്റു ചിലർക്ക് വിൽക്കുകയാണ്. അങ്ങനെ വിൽക്കപ്പെടുന്ന പ്രോപ്പർട്ടികളിൽ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റുകാർ വരുന്നു, വീട് പണിയുന്നു, മനോഹരമായി ഇന്റർലോക്ക് ചെയ്യുന്നു, വളരെ മനോഹരമായ വീടുണ്ടാക്കുന്നു, കിണർ കുത്തുന്നു, ഏറ്റവും നന്നായിട്ട് ആ വീടിനെ പരിപാലിക്കുന്നു, ആ വീട് മനോഹരമായി പണിയുന്നു. ഇതൊന്നും അറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 തലമുറകൾക്ക് മുമ്പ് അവിടെ നടന്ന പൂജകളിലും പൂജ അർപ്പണങ്ങളും ദ്രവ്യാർപ്പണങ്ങളും ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ദുരാത്മാക്കൾക്ക് ഈ വസ്തു പണയം വെച്ചിരിക്കുകയാണ്, ഒരു നിയമപരമായ അധികാരം ഈ വസ്തുവിൻ്റെ മേൽ ഈ മുമ്പേ ജീവിച്ചിരുന്ന മനുഷ്യർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന സത്യമൊന്നും അറിയാത്ത സാധാരണക്കാർ വലിയ പണം കൊടുത്ത് ബാങ്ക് ലോൺ എടുത്ത് ഈ വസ്തു സ്വന്തമാക്കുന്നു. അപ്പോൾ ഈ സ്വന്തമാക്കുന്ന മനുഷ്യരുടെ ചിന്ത, അയ്യോ എത്ര നാളുകൾക്ക് ശേഷം സ്വന്തമായൊരു വീട് കിട്ടി, സ്വന്തമായൊരു പുരയിടം കിട്ടി, സ്വന്തമായൊരു ഭവനം ഉണ്ടായി എന്നാണ്. എന്നാൽ ഇവർ ഇതിനകത്ത് പാർക്കാൻ ശ്രമിക്കുമ്പോൾ, ഇതിനകത്ത് താമസിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത നെഗറ്റീവായ അല്ലെങ്കിൽ ക്ലേശകരമായ ദോഷകരമായ സംഭവ വികാസങ്ങൾ സംഭവിച്ചു തുടങ്ങുമ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത്, ഇവിടെ വന്നതിന് ശേഷം രോഗം മാറുന്നില്ല, ഈ വീട്ടിലോട്ട് കയറിയതിന് ശേഷം മനസമാധാനം ഉണ്ടാകുന്നില്ല, ഈ വീട്ടിനകത്തോട്ട് വന്നതിന് ശേഷം ഉറക്കം ശരിയാകുന്നില്ല, ഈ വീട്ടിനകത്തോട്ട് വന്നതിന് ശേഷം ജീവിതത്തിൽ എന്നും തകർച്ചകളും നഷ്ടങ്ങളും സാമ്പത്തികമായ അടവുകളും ദാരിദ്ര്യമൊക്കെ വന്നു കയറുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഇത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല. നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ വസ്തുവിൻ്റെ മേൽ 1ഓ 2ഓ തലമുറകൾക്ക് മുമ്പ് തന്നെ ഈ വസ്തുവിൻ്റെ മേലുള്ള പൂർണ്ണ അധികാരം ഇരുട്ടിൻ്റെ കയ്യിലാണ്, പിശാചിൻ്റെ കയ്യിലാണ്, ഭൂതങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട്
അതുകൊണ്ട് നിങ്ങളെ ആ മണ്ണിൽ, ആ വസ്തുവിൽ സ്വൈര്യമായി താമസിക്കാൻ ഈ നെഗറ്റീവ് സ്പിരിറ്റുകൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വീട്ടിനകത്ത് അല്ലെങ്കിൽ ആ വസ്തുവിനകത്ത് താമസിക്കുമ്പോൾ തുടർമാനമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഈ വസ്തു ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു വീണ്ടും ജനിച്ച വ്യക്തി കൂടെയാണ് എങ്കിൽ ഇരുട്ടിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ വളരെ നേരിട്ട് തന്നെ നിങ്ങളെ ബാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് ഈ ഞാനിപ്പോൾ പറഞ്ഞ ആ ദൈവീക വെളിപ്പാടിനെ ഉറപ്പിക്കുന്ന ഒരു തിരുവെഴുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേദപുസ്തകത്തിനകത്ത് ആവർത്തന പുസ്തകത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൽപ്പന ഉണ്ട്. ആ കൽപ്പന ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ അതിൻ്റെ 3 വരെയുള്ള വേദഭാഗങ്ങളാണ്. സംശയമുള്ളവർക്ക് വേദപുസ്തകം തുറന്നത് പരിശോധിക്കാവുന്നതാണ്. അവിടെ ദൈവം ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്: നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത്, അതായത് ഇപ്പോൾ കനാന്യരുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ വിജാതികളുടെ കയ്യിലിരിക്കുന്ന ഈ കനാൻ നാട് അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ ആ നാട് കിട്ടിയ ഉടനെ വാഗ്ദത്തം കിട്ടിയെന്ന് പറഞ്ഞ് ചാടി കയറി താമസിക്കരുത്. അതിനു മുമ്പ് അവിടെ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന, അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഇരുട്ടിന്റെയും ദുരാത്മാക്കളുടെയും ഉടമ്പടികൾ നിങ്ങൾ തകർക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ വാഗ്ദത്ത തലമുറയാണ്, നിങ്ങൾ വാഗ്ദത്ത സന്തതിയാണ്. നിങ്ങൾക്ക് അനുഗ്രഹമുള്ള ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഈ കാര്യം ചെയ്തേ മതിയാകുകയുള്ളൂ. ഇതൊന്നും അറിയാത്ത പലരും വന്നിട്ട് പല കാര്യങ്ങളും കമന്റിൽ എഴുതും. ഇതൊന്നും അറിയാത്ത പലരും വന്നിട്ട് പല വിഡ്ഢിത്തരങ്ങളും പറഞ്ഞെന്നിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന, ഗൗരവമായി ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ദൈവത്തിന് ഈ കാര്യം അറിയത്തില്ലായിരുന്നു. ദൈവം എന്തുകൊണ്ട് കനാൻ നാടകം തുറന്നു കൊടുത്തിട്ട് കയറി താമസിച്ചോ മക്കളെ എന്ന് പറഞ്ഞില്ല? ദൈവം അവരോട് പറഞ്ഞു, ആത്മാവിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ ഇതിനകത്ത് പുറകിൽ പ്രവർത്തിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ള ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ ഇത് സംസാരിച്ച് ഇസ്രായേൽ ജനത്തിന് ബോധ്യമാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യണം. വാക്യം 2: നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിൽ മേലും കുന്നുകളിന്മേലും എല്ലാ പച്ച മരത്തിൻ കീഴിലും തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെയും നിങ്ങൾ അശേഷം നശിപ്പിക്കണം. പർവ്വതത്തിന്റെ മുകളിലുള്ള അവരുടെ ഇത്തരത്തിലുള്ള ബലിപീഠങ്ങളെ നിങ്ങൾ നശിപ്പിക്കണം. പച്ച മരത്തിൻ്റെ കീഴിൽ അവർ പണി കഴിപ്പിച്ചിരിക്കുന്ന ബലിപീഠങ്ങളെ നിങ്ങൾ നശിപ്പിക്കണം. കുന്നുകളിന്മേൽ അവർ സ്ഥാപിച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ബലിപീഠങ്ങളെ നിങ്ങൾ അശേഷം നശിപ്പിക്കണം. വാക്യം 3: അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം. എന്ത് ചെയ്യണം? അവർ സ്ഥാപിച്ചിരിക്കുന്ന, രക്തം അർപ്പിച്ചിരിക്കുന്ന, അവർ പൂജ ചെയ്തിരിക്കുന്ന, അവർ അർപ്പണങ്ങളിലൂടെയും നേർച്ച കാഴ്ചകളിലൂടെയും ഇരുട്ടിന്റെ ദുരാത്മാക്കളെ പ്രീതിപ്പെടുത്തി വച്ചിരിക്കുന്ന ആ ബിംബങ്ങളെയും ബലിപീഠങ്ങളെയും നിങ്ങൾ ഇടിച്ചു കളയണം. അവരുടെ ബിംബങ്ങളെ തകർത്ത് കളയണം. അവരുടെ അശേരാ പ്രതിഷ്ഠകളെ തീയിലിട്ട് ചുട്ടുകളയണം. അവരുടെ ദേവപ്രതിമകളെ വെട്ടിക്കളഞ്ഞ് അവയുടെ പേർ ആ സ്ഥലത്ത് നിന്ന് നശിപ്പിക്കണം. ഇത് ഇസ്രായേൽ ജനത്തോട് ദൈവം കൽപ്പിക്കുന്ന കൽപ്പനയാണ്. നിങ്ങൾ വീട് പണിയുന്നതിന് മുമ്പേ, നിങ്ങൾ അവിടെ ചെന്ന് വയലിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പേ, നിങ്ങൾ അവിടെ ചെന്ന് ഫലഭൂയിഷ്ടമായ മണ്ണിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പേ പ്രൈമറിലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ദേശത്തിൻ്റെ മേൽ, ആ വസ്തുവിൻ്റെ മേലുള്ള ഇരുട്ടിൻ്റെ ശക്തികളുടെ ക്ലെയിമുകളെ, അവകാശവാദങ്ങളെ ക്യാൻസൽ ചെയ്യണം. ഇത് പഴയ ഉടമ്പടിയിൽ ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞ ഒരു ആത്മീയ മർമ്മമാണ്. ഇത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ജനറൽ തത്വമാണ്. ഇന്നും നമ്മൾ താമസിക്കുന്ന പല വീടുകൾക്കകത്ത്, പല ഭവനങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള ഈവിൾ ക്ലെയിമുകളുണ്ട്. ബ്രദറെ, പറയുന്നതൊക്കെ കേട്ടിട്ട് ഞങ്ങളുടെ വീട്ടിലും ഒരുപക്ഷെ ഇതൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ പറമ്പിലുമൊക്കെ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇനി അല്ല ബ്രദർ, ഈ പറയുന്നതൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല, ഞങ്ങളുടെ പരമ്പരാഗതമായി ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ പരമ്പരാഗതമായി നസ്രാണികളാണ്, ഞങ്ങളുടെ 5 തലമുറയ്ക്ക് മുമ്പ് വരെ ഉള്ളവരെല്ലാം നല്ല മനുഷ്യർ, അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഞങ്ങളുടെ വസ്തുവോ ഭൂമിയോ ഒന്നും പിശാചിന് അടിയറവ് വെച്ചിട്ടില്ല, പിശാചിന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു വചനം നിങ്ങളെ കാണിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ലേവ്യ പുസ്തകം 18-ാമത്തെ അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ അങ്ങ് വായിച്ചേക്കാം. ആ വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ഈ ഇവയാൽ എന്ന് പറയുന്ന പദത്താൽ ഇവിടെ ദൈവം പറയുന്നത് അവിടെ വിഗ്രഹാരാധനയോ ഒന്നുമല്ല, മനുഷ്യരുടെ സ്വന്തം പാപങ്ങളാണ്. ശരിയാണ്, നമ്മുടെ പിതാക്കന്മാരിൽ ആരും ഒരുപക്ഷെ
ഇരുട്ടിൻ്റെ ശക്തികളെ വിളിച്ചു വരുത്തി ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഈ മണ്ണോ ഈ വീടോ അവരുടെ കയ്യിലേൽപ്പിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ പിതാക്കന്മാരിൽ ചെയ്യപ്പെട്ടിരിക്കുന്ന പാപങ്ങൾ മതി ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അത്തരത്തിലുള്ള വസ്തുക്കളുടെ മേൽ, ദേശങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താനെന്നും തിരുവെഴുത്ത് സത്യമായി പറയുകയാണ്. വിട്ടുപോകരുത്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശത്തിലെ ആധിപത്യങ്ങൾ എങ്ങനെയാണ് ഭൂമിയിലെ വസ്തുവകകളുടെ മേൽ സ്വാധീനം ചെലുത്തുകയും മനുഷ്യരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ നേരിട്ട് വിളിച്ച് അവർക്ക് ഈ ഭൂമി പണയം കൊടുക്കുന്നതിലൂടെ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിലൂടെ ഇവരുടെ സ്വാധീനം നമ്മൾ പാർക്കുന്ന വീടുകളിലും വസ്തുക്കളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഭാഗം, മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ മുഖാന്തരം, പാപപ്രവർത്തികൾ മുഖാന്തരം, മ്ലേച്ഛകരമായ കാര്യങ്ങൾ മുഖാന്തരവും ദേശം മലിനമാക്കപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കും. അതുകൊണ്ടാണ് ആ തിരുവെഴുത്ത് വാക്യം 25 കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. അശുദ്ധരാക്കിയിരിക്കുന്നു. വാക്യം 25, ദേശവും അശുദ്ധമായി തീർന്നു. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ മാത്രമല്ല മലിനമാക്കപ്പെടുന്നത്, അവൻ താമസിക്കുന്ന വീട് മലിനമാക്കപ്പെടുകയാണ്. നിങ്ങളുടെ വീട്ടിൽ മുൻകാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗാർഹിക പീഡനം നടന്നു എന്ന് ചിന്തിക്കുക. ആരുടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക. അല്ല, നിങ്ങളുടെ താമസിക്കുന്ന പറമ്പിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കുക. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അനേക വർഷങ്ങൾ രോഗികളായി കിടന്ന ആരെങ്കിലും മരിച്ചുപോയി എന്ന് ചിന്തിക്കുക. ഈ പറയപ്പെടുന്ന പാപങ്ങളുടെയും നെഗറ്റിവിറ്റിയുടെയും ഒക്കെ ഒരു ദുരാത്മ സ്വാധീനം പൂജാദ്രവ്യങ്ങളിലൂടെ അല്ല, അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ വ്യക്തികളിലൂടെ തന്നെ ആ മണ്ണിൽ വീണ് കിടപ്പുണ്ട്. അതുകൊണ്ട് അവയാലും ദേശവും വസ്തുക്കളും വീടുകളും അശുദ്ധമാകും. ദേശവും അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. അപ്പൊ നമുക്കറിയില്ല, നമ്മൾ ഇന്ന് താമസിക്കുന്ന ഈ വസ്തു ഒരുപക്ഷെ 1988 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം, 90 കിട്ടിയതായിരിക്കാം, 2000 കിട്ടിയതായിരിക്കാം. അതിനു മുമ്പ് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ പാപം ചെയ്ത് രക്തച്ചൊരിച്ചിലുകളിലൂടെ, കണ്ണുനീരിലൂടെ, ശാപവാക്കുകളിലൂടെ ആ മണ്ണിനെ അശുദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഭൂതത്തിന്റെയും ഇരുട്ടിന്റെ സ്വാധീനത്തിന്റെയും ശക്തി ഉണ്ട്. നിസ്സംശയം പറയാം. അല്ല, നിങ്ങൾക്ക് മുമ്പേ അവിടെ താമസിച്ച പൂർവികന്മാർ ആരെങ്കിലും ഇരുട്ടിന്റെ ശക്തികളെ നേരിട്ട് വിളിച്ച് അവിടെ സേവയോ കൊടുപ്പോ വെച്ചുപൂജ ആരാധനകളോ ബലിയോ എന്തെങ്കിലും അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുട്ടിന്റെ സ്വാധീനം ഉണ്ട് നിസ്സംശയം പറയാം. അല്ല ബ്രദറെ, ഇതെങ്ങനെ ഞങ്ങളൊന്ന് തിരിച്ചറിയുന്നത്? വളരെ ലളിതമായ, നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് ചില സിംറ്റംസുകളെ അല്ലെങ്കിൽ ചില അടയാളങ്ങളെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ദുരാത്മാക്കളുടെ വലിയ ശല്യങ്ങൾ നിങ്ങളുടെ വീടിനകത്തുണ്ടാകും. രാത്രി കിടന്നുറങ്ങുമ്പോൾ അപശബ്ദങ്ങൾ കേൾക്കുക, ശബ്ദം കേൾക്കുക, നിങ്ങളുടെ പറമ്പിന് ചുറ്റും എപ്പോഴും പട്ടിയുടെ വലിയ ആക്രോശങ്ങൾ ഉണ്ടാകുക, എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ ഉണ്ടാകുക, ഭയാനകമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ വീടിനകത്തുണ്ടാകുക. ഇതൊക്കെ നിങ്ങളുടെ ആ വസ്തുവിൻ്റെ മേലും നിങ്ങളുടെ വീടിനകത്തും ദുരാത്മാക്കളുടെ സ്വാധീനമുണ്ട് എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ്. രണ്ടാമത്തെ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് തരുന്നു. ശാരീരികമായ ക്ലേശങ്ങൾ ദുരാത്മ സ്വാധീനങ്ങളുടെ ഒരടയാളമാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ, വളരെ പ്രാധാന്യത്തോടെ വേണം നിങ്ങൾ കേൾക്കാൻ. നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുന്നു, നിങ്ങളുടെ ശരീരത്തിന് യാതൊരു പ്രശ്നവുമില്ല, ഉന്മേഷത്തോടു കൂടി നിങ്ങൾ ജോലി ചെയ്യുന്നു. ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്ത് നിങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറി, ആ പടിക്കെട്ട് കയറിയ ഉടനെ ആരോ നിങ്ങളുടെ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ അങ്ങ് വേദനയാണ്, ക്ഷീണമാണ്, തളർച്ചയാണ്, ഒന്നിനും ഒരു ആരോഗ്യമില്ല, ഒന്നിനും ഒരു ഉന്മേഷമില്ല എങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ ആ പാർക്കുന്ന വീട്ടിൽ ആ വസ്തുവിൻ്റെ മേൽ അതിശക്തമായ ഒരു ദുരാത്മ സ്വാധീനമുണ്ട് എന്നതിൻ്റെ അടയാളമാണത്. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് രസമാണ്, എന്ത് കളിയാണ്, എന്ത് ചിരിയാണ്, ഒരുമിച്ച് ഹോട്ടലിൽ കയറുന്നു, ഒരു പ്രശ്നവും ഇല്ല, മക്കളുമായിട്ട് നല്ല സമാധാനപൂർവമായ അന്തരീക്ഷം. എന്നാൽ പുറത്തു പോയി ഭക്ഷണം കഴിച്ച് യാത്രകൾ നടത്തി ഈ വീടിന് പുറത്ത് നിങ്ങൾ ജീവിക്കുമ്പോഴുണ്ടാകുന്ന ആ സമാധാനവും സ്വസ്ഥതയോടും കൂടി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ, ആ വസ്തുവിലേക്ക് വന്നു കയറി കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും കടിച്ചു കയറാൻ നിൽക്കുകയാണ്. മക്കളും അപ്പനും അമ്മയും തമ്മിൽ എന്നും പ്രശ്നങ്ങളാണ്, ഭിന്നതകളാണ്, വിദ്വേഷങ്ങളാണ്, വഴക്കടിയാണ്, ഏത് കാര്യത്തിനും അവിടെ ഒരു അസ്വാരസ്യമാണ്, തമ്മിലുള്ള ഉരച്ചിലുകളും പ്രശ്നങ്ങളുമാണെങ്കിൽ നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്ന ഒരു ദുഷ്ട ആത്മശക്തി
ശക്തിയുടെ സ്വാധീനം നിങ്ങൾ പാർക്കുന്ന ആ വീടിനകത്തുണ്ട് എന്നതിൻ്റെ തെളിവാണത്. എന്നാൽ നിങ്ങൾ ആ വീട് വിട്ടിറങ്ങുമ്പോൾ അതില്ല, വീട്ടിനകത്തോട്ട് വരുമ്പോൾ അതുണ്ട്. ഇനി പ്രധാനപ്പെട്ട 1-2 ചില അടയാളങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് പറയുകയാണ്. നിങ്ങൾ വെളിയിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ വെളിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ശ്വസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ നിങ്ങൾ ആ വീടിനകത്തേക്ക് വന്നു കയറുമ്പോൾ, നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ താമസിക്കുന്ന വീടായിരിക്കാം, വാടകയ്ക്കെടുത്ത വീടായിരിക്കാം, നിങ്ങളുടെ സ്വന്തം വീടായിരിക്കാം, നിങ്ങൾക്ക് അസാധാരണമായ ശ്വാസ തടസ്സം തോന്നുകയാണ്. നിങ്ങൾക്ക് ആസ്മ പോലെ ശ്വസിക്കാൻ കഴിയുന്നില്ല, ആരോ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്നത് പോലെ നിങ്ങൾക്ക് ശ്വാസ തടസ്സം തോന്നുകയാണെങ്കിൽ അതിശക്തമായ ഒരു ദുരാത്മാവിൻ്റെ അന്തരീക്ഷം ആ വീടിനകത്ത്, അത്തരത്തിലുള്ള വീടുകൾക്കകത്ത് വ്യാപരിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്സംശയം ഉറപ്പായ കാര്യമാണ്. 2, ദേഹമാസകലം പെട്ടെന്ന് അങ്ങ് ചൊറിഞ്ഞു തടുക. ഒരു കൊതുക് കടിച്ചതാണ് റീസൺ, പക്ഷെ പെട്ടെന്ന് ആ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ വ്രണം പോലെ ചൊറിഞ്ഞ് തടിച്ച് ചുണങ്ങുകൾ ഉണ്ടാകുക, വ്രണങ്ങൾ ഉണ്ടാകുക, മുറിവുകൾ ഉണ്ടാകുക, ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ എപ്പോഴും ഉണ്ടാകുക, സ്വസ്ഥമായിട്ട് ഒന്നിരിക്കാൻ കഴിയാതെ എവിടെയെങ്കിലും ഒരു ചൊറിച്ചിൽ, എവിടെയെങ്കിലും ഒരു മുറിവ്, എവിടെയെങ്കിലും ഒരു ബാൻഡേജ്, എവിടെയെങ്കിലും ഒരു വ്രണം, ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായ വൂൺസുകൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ പാർക്കുന്ന വീട്ടിലുള്ള ദുരാത്മ സ്വാധീനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് എന്ന് തിരിച്ചറിയാം. മറ്റൊന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളൊരു വീട്ടിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സംബന്ധമായി പുറത്തെവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോട്ടൽ റൂം എടുക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾ അവിടെ പോയി താമസിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് അങ്ങ് ഉറങ്ങും. ഉറക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ജോലിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ സന്ദർശിച്ചിരിക്കുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി ഉറക്കമില്ല. അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടയ്ക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങിയാൽ തന്നെ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുകയാണ്, ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണുകയാണ്, മ്ലേച്ഛകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കിടക്കുന്നു, നിങ്ങൾ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി താമസിക്കും, ഒരു പ്രശ്നമില്ല, സുഖകരമായി ഉറങ്ങും. അപ്പോൾ നിങ്ങൾ വന്ന് കിടക്കുന്ന ആ വീട്ടിലും ആ പുരയിടത്തിലും ആ പറമ്പിലുമുള്ള അതിശക്തമായ ഭൂതങ്ങളുടെയും ദുരാത്മശക്തികളുടെയും സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉറക്കക്കുറവുകൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇതിനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അനേക അടയാളങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ട്. ധൈര്യമായിരിക്കുക, നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല. നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മോചനമുണ്ടെന്ന് പറയാനാണ് ഈ തിരുവെഴുത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ കൂടി ഞാൻ വേഗത്തിൽ പറയട്ടെ. നിങ്ങൾ വീട്ടിന് പുറത്തായിരിക്കുമ്പോൾ വളരെ സൗമ്യനായിരിക്കും. നിങ്ങൾ ആരോട് എന്തു പറഞ്ഞാലും നിങ്ങൾക്കൊരു കോപം ഉണ്ടാകത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരു സ്ട്രെസ്സും തോന്നുകയില്ല. നിങ്ങളെല്ലാം വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യുന്ന, വളരെ വളരെ ന്യൂട്രലായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, ജോലി സ്ഥലത്തുണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ വളരെ ഈസിയായി നിങ്ങൾ ഹാൻഡിൽ ചെയ്യും. എന്നാൽ ഇത്രയും വലിയ പേഷ്യൻസ് ഉള്ള അല്ലെങ്കിൽ പെർസീവറൻസ് ഉള്ള, ക്ഷമയുള്ള, ഇത്ര വലിയ ആത്മനിയന്ത്രണമുള്ള നിങ്ങളുടെ വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞ ഉടനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പൊട്ടിത്തെറിക്കും, കോപിക്കും, അനാവശ്യമായ വാക്കുകൾ പറയും, അശ്ലീലമായ പദങ്ങൾ പ്രയോഗിക്കും, തെറി വാക്കുകൾ ഉപയോഗിക്കും. നിങ്ങളുടെ തന്നെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് കോപം നിങ്ങളിൽ എപ്പോഴും നിറയുന്നെങ്കിൽ ആ വീട്ടിനകത്ത് ഒരു ദുരാത്മ സ്വാധീനമുണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവുകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ പെർമിസിൽ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സ്ഥലത്ത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് വിട്ടുമാറുമ്പോൾ നിങ്ങളില്ല. അപ്പോൾ ചിലർ പറയും, ബ്രദറെ, കോപിക്കുന്നത് ഒരു ശീലമല്ലേ, ശരീരത്തിൽ അലർജി ഉണ്ടാകുന്നത് ഒരു രോഗമല്ലേ, ഉറക്കക്കുറവ് ചിലരുടെ ഒരു പ്രശ്നമല്ലേ. പ്രശ്നമാകുന്നവരുണ്ടാകും, അവർക്ക് എവിടെ ചെന്നാലും ഇതൊക്കെ ഉണ്ടാകും. ബന്ധു വീട്ടിൽ പോയാലും, വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയാലും, ഓഫീസിൽ പോയാലും കോപവും ചൊറിച്ചിലും ഉറക്കമില്ലായ്മയും ഒക്കെ ഉണ്ടാകും. എന്നാൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ നിങ്ങളെ ബാധിക്കാതിരിക്കുകയും നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന വീട്ടിലേക്ക് വരുമ്പോൾ മാത്രം ഇതൊക്കെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇരുട്ടിന്റെ ശക്തികൾ ഉണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന് ഞാൻ പഠിപ്പിച്ചതെന്ന് മറന്നുപോകരുത്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾ. ചില വീടുകൾക്കകത്ത് താമസിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ദമ്പതികന്മാർ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വഴക്കായിരിക്കും. എന്നാൽ ഈ വഴക്കടിച്ച് തമ്മിലടിച്ച് വലിയ പ്രശ്നത്തിലിരിക്കുന്ന ഇവർ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു മോളിൽ സാധനം വാങ്ങാൻ പോവുകയാണ്, ഒരു കടയിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോവുകയാണ്, ഒരുമിച്ചൊന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്, വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പുറത്തിറങ്ങിയാൽ ഭയങ്കര സ്നേഹമാണ്, ഇവർ തമ്മിൽ ഭയങ്കര ഐക്യതയാണ്, ഇവർ തമ്മിൽ സംസാരിക്കുന്ന ടോൺ വ്യത്യാസമാണ്, ചിരിയും കളിയും സന്തോഷമായിട്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ കടയിൽ പോയി സാധനം എല്ലാം വാങ്ങിച്ച് ഹസ്ബൻഡും കാര്യം വീട്ടിനകത്തോട്ട് വന്നു കയറിയ 2 കീരി പാമ്പ് വരെ
ദാമ്പത്യ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് താമസിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പൊങ്ങി വരുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങൾ താമസിക്കുന്ന വീടിന് മേൽ ഒരു ശക്തമായ ഇരുട്ടിന്റെ സ്വാധീനമുണ്ട് എന്നതിന്റെ അടയാളമാണ്. മറ്റൊരു അടയാളം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നല്ല ജോലിയുണ്ട്, 1.5 ലക്ഷം രൂപ വരുമാനമുണ്ട്, ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് അസറ്റായിട്ട് സേവിങ്സ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു സമ്പത്തും അല്ലെങ്കിൽ ഒരു രൂപ പോലും നിങ്ങൾക്ക് പ്രയോജനകരമായി മാറാത്തതുപോലെ സമ്പത്തിൻ്റെ വലിയ ചോർച്ച ഉണ്ടാകുകയാണ്. വരുന്നുണ്ടോ ബ്രദർ? വരുന്നുണ്ട് ബ്രദർ. ശമ്പളം കിട്ടുന്നുണ്ടോ? ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു പുതിയ കസേര മേടിച്ചിടാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ കഴിയുന്നില്ല, എന്തെങ്കിലും ഒരു പുതിയ നന്മ സംഭവിക്കാൻ കഴിയുന്നില്ല, ഒരു ഫോൺ വാങ്ങാൻ കഴിയുന്നില്ല. പൊട്ടിയ ഫോൺ കൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്. ആ വണ്ടിയുടെ ടയർ ഒന്നും മാറിയിടാൻ പറ്റുന്നില്ല, തേഞ്ഞൊട്ടിയ ടയറും കൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്. ആ AC ഒന്നും സർവീസ് ചെയ്യാൻ കഴിയുന്നില്ല, ആ അടിച്ചുപോയ മോട്ടോർ മാറ്റാൻ പറ്റുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഉണ്ടെങ്കിലും ഈ തരത്തിൽ സമ്പത്തിന്റെ ചോർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർക്കുന്ന ആ വീടിനകത്ത് നിങ്ങളെ സാമ്പത്തികമായി തകർക്കുന്ന ഒരു ദുരാത്മ സ്വാധീനം ഉണ്ടെന്നറിയുക. ഇതുപോലെ തന്നെയാണ് ദാരിദ്ര്യവും സമാധാനമില്ലായ്മയും വളർച്ചയില്ലായ്മയും പുരോഗതിയില്ലായ്മയും. ജീവിതം എല്ലാ വർഷവും 5 വർഷമായി എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും ഒരു തരത്തിലുള്ള പുരോഗതിയുമില്ല. വീടിന്റെ പെയിന്റ് പോലും ഒന്നും മാറ്റിയടിക്കാൻ പറ്റുന്നില്ല, വീടിനകത്തൊരു പുതിയ സാധനം വാങ്ങിക്കാൻ പറ്റുന്നില്ല, ഒരു പുരോഗതിയുമില്ല. കീറിയതും പളിഞ്ഞതും അഴുകിയതും നിറം മങ്ങിയതുമായ എല്ലാം ആ വീട്ടിൽ കിടക്കുന്നത് മാറണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പൊളിഞ്ഞ ഭാഗങ്ങളൊന്ന് പണിയണമെന്ന് ഒന്നും നടക്കുന്നില്ല. ഒരു പുരോഗതിയും സംഭവിക്കാതെ നിങ്ങൾ പാർക്കുന്ന പാർപ്പിടവും നിങ്ങൾ താമസിക്കുന്ന വീടും നിങ്ങളെ അങ്ങനെ ബന്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുൻ തലമുറകളിലോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും മനുഷ്യരോ ആ വസ്തുവിന്റെ മേൽ നടത്തിയിരിക്കുന്ന പിശാചുമായുള്ള ഉടമ്പടിയുടെ ബന്ധത്തിൽ നിന്ന് പിശാച് അവിടെ പ്രവർത്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ സകല നന്മകളെയും പുരോഗതികളെയും തടയുകയാണ് എന്നും നിങ്ങൾ അറിയുക. പള്ളിയിൽ പോകുമ്പോൾ പ്രവാചകൻ തലമേൽ കൈവച്ച് ദൂത് പറയുന്നു. ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ അവർ നിങ്ങളോട് പ്രവാചക ശബ്ദം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണ് കേട്ടോ, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ദൂതും കേട്ട് സന്തോഷത്തോടു കൂടി വരുന്ന നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം ഇപ്പോൾ ഈ ലാൻഡിന്റെ മേൽ, ഈ വസ്തുവിന്റെ മേലുള്ള പിശാചിന്റെ നിയമപരമായ അവകാശത്തെ മുറിച്ചു കളയാത്തിടത്തോളം കാലം ഈ അനുഗ്രഹങ്ങളൊന്നും നിങ്ങളെ തൊടാൻ അവൻ സമ്മതിക്കുകയില്ല, ആ ഇരുട്ട് സമ്മതിക്കുകയില്ല. അപ്പൊ ബ്രദറെ, എന്താണ് പോംവഴി? എന്താ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളെ അടുത്തൊരു വേദപുസ്തകത്തിൽ നിന്നുള്ളൊരു അധ്യായം എടുത്തു കാണിച്ചിട്ട് അതിനകത്തു നിന്നുള്ള മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകങ്ങൾക്കകത്ത് 34-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധയോടെ കേൾക്കുകയും അത് പഠിക്കുകയും ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ തുറന്നത് വായിക്കുകയും ചെയ്യുക. 2 ദിനവൃത്താന്ത പുസ്തകങ്ങൾ 34-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇത് യോശിയാവ് എന്ന് പറയുന്ന രാജാവ് യെരുശലേമിൽ ഭരണം നേടി അവൻ രാജസിംഹാസനത്തിലേക്ക് വന്നപ്പോൾ ചെയ്ത ആദ്യത്തെ കാര്യമാണ്. അവൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വാക്യം 3: അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ അവൻ തൻ്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കിക്കളയുവാൻ തുടങ്ങി. അവൻ യഹൂദയെയും യെരുശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. അവൻ കാണെ അവർ ബാൽ വിഗ്രഹങ്ങളുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. അവയ്ക്ക് മീതെയുള്ള സൂര്യസ്തംഭങ്ങളെ അവൻ വെട്ടിക്കളഞ്ഞു. അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും അവൻ തകർത്തു പൊടിയാക്കി അവയ്ക്കു ബലി കഴിച്ചവരുടെ കല്ലറകളിന്മേൽ വിതറിച്ചു. അവൻ പൂജാരികളുടെ അസ്ഥികളെ അവരുടെ ബലിപീഠങ്ങളിൽ ദഹിപ്പിക്കുകയും യഹൂദയെയും യെരുശലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു. മലയാളത്തിലാണ് വെടിപ്പാക്ക് എന്ന പദം ഉപയോഗിച്ച്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി ക്ലെൻസ്ഡ് ദ ലാൻഡ് എന്നാണ്. അതെ, സത്യം തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പറമ്പിലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തുവിനെയും നിങ്ങളുടെ പറമ്പിനെയും ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന പിശാചിന്റെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയേണ്ടത് അത്യാവശ്യമാണ്. ആ ദുരാത്മ സ്വാധീനങ്ങൾക്കുള്ള നിയമപരമായ അവകാശങ്ങൾ കീറിക്കളയേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന കർത്താവിൽ പ്രിയരെ, ഇനി ഞാൻ നിങ്ങളോടൊരു വലിയ രഹസ്യം പറഞ്ഞു തരാം. ഇവിടെ യോശിയാ രാജാവ് ബലിപീഠങ്ങളെയും മന്ത്രത്തകിടുകളെയും ആ പ്രതിഷ്ഠകളെയും ഒക്കെയാണ് ഇടിച്ചു കളഞ്ഞതെങ്കിൽ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10:4 പറയുന്നു, നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു വിഗ്രഹം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുകയില്ല.
കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ബലിപീഠം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുകയില്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പൂജാവസ്തു ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകത്തില്ല. എന്നാൽ കാണാൻ കഴിയാത്ത ഒരു നിയമത്തിൻ്റെ, ഒരു പവർ ഓഫ് അറ്റോണി, ഒരു ഉടമ്പടി നിങ്ങളുടെ മേൽ കിടപ്പുണ്ട് എന്ന് നിസ്സംശയം ഞാൻ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുന്ന ആത്മശക്തിയാലാണ്. ഇപ്പോൾ ആത്മശക്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ വസ്തുവിനെയും സ്വതന്ത്രമാക്കാൻ കഴിയും. 2 സ്റ്റെപ്പുകളാണ് അതിന് പ്രധാനമായി വേണ്ടുന്നത്. ഞാനത് വേഗത്തിൽ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ പൂർവികന്മാരുടെ വാക്കുകൾ കൊണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നിങ്ങൾ താമസിക്കുന്ന വസ്തുവിൻ്റെ മേൽ പിശാചിന് കിട്ടിയിരിക്കുന്ന പവർ ഓഫ് അറ്റോണിയെ ക്യാൻസൽ ചെയ്യുക. നസറായനായ യേശുവിൻ്റെ നാമം പറഞ്ഞ് പൂജാദ്രവ്യങ്ങളിലൂടെ, മൃഗബലികളിലൂടെ, രക്തം ചൊരിച്ചതിലൂടെ, പാപം ചെയ്തതിലൂടെ, പവർ ഓഫ് സിന്നിലൂടെ, അല്ലെങ്കിൽ പാപത്തിൻ്റെ ശക്തികളിലൂടെ, കണ്ണുനീര് ചൊരിച്ചതിലൂടെ, ശാപവാക്കുകളിലൂടെ, എന്ത് തരത്തിലുള്ളതാണെങ്കിലും നിങ്ങൾ താമസിക്കുന്ന വസ്തുവിൻ്റെ മേലും ആ വീടിൻ്റെ മേലുമുള്ള, ഈ ഭൂമി ഉണ്ടായ കാലം മുതലുള്ള ഇന്ന് വരെയുള്ള എല്ലാ ഈവിൾ സ്പിരിറ്റുകളുടെ പവർ ഓഫ് അറ്റോണികളെയും നിങ്ങൾ കീറുകയും അതിനെ ക്യാൻസൽ ചെയ്യുകയും ചെയ്യുക. 2, നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിനകത്തേക്ക് നിങ്ങൾ ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഇരുട്ടിൻ്റെ ശക്തികളുടെ പവർ ഓഫ് അറ്റോണി ക്യാൻസൽ ചെയ്യുകയും അവയുടെ ആധിപത്യങ്ങളെ, അവരുടെ ക്ലെയിമുകളെ ക്യാൻസൽ ചെയ്തതുപോലെ തന്നെ അവിടേക്ക് ആരാധനകൾ നടത്തുകയും ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവരികയും അങ്ങയുടെ പ്രാർത്ഥനകൾ ഉയരുകയും ചെയ്യുമ്പോൾ ആ നാട് വിശുദ്ധമാകുകയും ആ ഭൂമി ക്ലെൻസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് വേദപുസ്തകം നമ്മളോട് പറയുന്ന ഇത്തരത്തിലുള്ള ഈവിൾ ഓൾട്ടേഴ്സിനെ, അല്ലെങ്കിൽ പിശാചിൻ്റെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞ് ദേശത്തെ ശുദ്ധമാക്കുന്ന ശുശ്രൂഷ ഇത്തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ അവസാനം പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ യേശുവിൻ്റെ നാമം പറഞ്ഞ് നിങ്ങളുടെ മേൽ കിടക്കുന്ന ഈ ക്ലെയിമുകളെ ക്യാൻസൽ ചെയ്യുക. അഭിഷേകമുള്ള ആത്മനിറവുള്ള ശുശ്രൂഷകരെ നിങ്ങളുടെ വീടുകളിലേക്ക്, ആ ഭവനങ്ങളിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ, അഭിഷേകത്തിന്റെ ശക്തിയാൽ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമുള്ള ശുശ്രൂഷകരെ മാത്രമേ വിളിക്കാവേ. ഞാൻ ഒതുക്കി കൂടി അത് കോട്ട് ചെയ്ത് പറയുന്നു. എല്ലാ ശുശ്രൂഷകരെയും വിളിക്കരുത്. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ദൈവപ്രസാദമുള്ള ശുശ്രൂഷകരെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുന്നത് മുഖാന്തരമായി, അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് മുഖാന്തരമായി ഇത്തരത്തിലുള്ള കേഴ്സുകളെ അഴിക്കുകയും ആ ബന്ധനങ്ങളെ അറുത്തുകളയുകയും അവരുടെ പ്രാർത്ഥന മുഖാന്തരമായി സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ തേജസ് നിങ്ങളുടെ വീടുകളിൽ ഇറങ്ങി വരുന്നതോടും കൂടി നിങ്ങളുടെ ഈ അടയാളങ്ങൾ അവസാനിക്കുകയും ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്കും വളർച്ചകളിലേക്കും നിങ്ങൾക്ക് പ്രവേശിക്കുവാനുമായിട്ട് സാധിക്കും. ഇപ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യാൻ പോവുകയാണ്. എനിക്കറിയാം ഒരല്പം നീളം കൂടിയ ഒരു സന്ദേശമായിരുന്നു ഇതെന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷേ വളരെ അത്യാവശ്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുമിച്ച് കണ്ണുകൾ അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ നല്ല പിതാവേ, ഇപ്പോൾ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിയ നല്ല ജ്ഞാനത്തിനായി നന്ദി. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന നല്ലതാണ്, ഞങ്ങളുടെ ആരാധന നല്ലതാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതം നല്ലതാണ്. ഞങ്ങൾ ഒന്നും അറിയാതെ വാങ്ങിച്ച ഈ പുരയിടത്തിലേക്കും ഞങ്ങൾ താമസിക്കാൻ വന്ന ഈ വസ്തുവിലേക്കും പ്രവേശിച്ച നാൾ മുതൽ ഞങ്ങളുടെ വളർച്ചയെ തടയുന്ന, ഞങ്ങളുടെ ജീവിതത്തിലെ എന്തൊക്കെയോ നന്മകളെ ബ്ലോക്ക് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ശരീരത്തിലും സാമ്പത്തിക മേഖലയിലും ഞങ്ങളുടെ സ്വഭാവത്തിലും വരെ അഫക്റ്റ് ചെയ്യുന്ന പലതും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്തരമുള്ള സയൻസുകൾ നിങ്ങളുടെ വീടിനകത്ത് നിന്ന് മാറിപ്പോകട്ടെ. നിങ്ങളുടെ 3, 4, 5 തലമുറയ്ക്ക് പിൻപ് വരെ ഉണ്ടായിരുന്ന വ്യക്തികൾ പണയം വെച്ചിരിക്കുന്ന ആ ലാൻഡിലുള്ള ഈവിൾ ക്ലെയിമുകളെ, ആ പവർ ഓഫ് അറ്റോണിയെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയും ഇപ്പോൾ തന്നെ ആ ഫ്രീഡം നിങ്ങളുടെ മേൽ വരികയും ചെയ്യട്ടെ. ഈ ഒരു അധികാരം നിങ്ങളുടെ മേൽ കിടക്കുന്നത് കൊണ്ട് പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നിറവേറപ്പെടുന്നില്ല. ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ മേൽ നിറവേറപ്പെടുന്നില്ല. എത്രയൊക്കെ അധ്വാനിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ശമ്പളമുണ്ടായിട്ടും ജോലി ഉണ്ടായിട്ടും നല്ല ആരോഗ്യമുണ്ടായിട്ടും തലമുറകൾ ഉണ്ടായിട്ടും ഒന്നും പുരോഗതി കൈവരിക്കാൻ കഴിയാതെ കിടക്കുന്ന ആ വ്യക്തികളുടെ മേൽ, ആ ജനത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ലാൻഡ് ക്ലെൻസിങ്ങിലൂടെയുള്ള ബ്ലെസ്സിങ്സ് ഇറങ്ങി വരട്ടെ. അവരുടെ ആ നാടിനെ, അവരുടെ ആ ദേശത്തെ, അവരുടെ ആ പറമ്പിനെ, പുരയിടത്തെ ഇപ്പോൾ ശുദ്ധീകരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നന്മകൾ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ ഈവിൾ ഓൾട്ടേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നു. ഞങ്ങൾ ആ പൈശാചികമായ ബലിപീഠങ്ങളെ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നസ്രായന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉടയ്ക്കുകയും തകർക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ പിശാച് നിങ്ങളെ കെട്ടുന്ന എല്ലാ ബന്ധനങ്ങളെയും മറിഞ്ഞിട്ട് ദൈവവചന പരിജ്ഞാനത്തിൽ, അധികാരത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് കാലെടുത്ത് വെക്കേണ്ടതിന് വലിയ സ്വാതന്ത്ര്യം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Be blessed in the name of Jesus. Amen, amen, amen.